ഹായ് വെൽക്കം ടു മാറ്റ്കം ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു ക്യാപ്സൂൾ സീരീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 ഫിസിക്സ് NCERT ടോപ്പിക്കിനകത്ത് ഒരു ടോപ്പിക് ഫസ്റ്റ് ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ആ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനകത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂസിംഗ് ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻ ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ആണോ. തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. 2 മാർക്കിന്റെ അല്ലെങ്കിൽ 3 മാർക്കിന്റെ ചോദ്യമായിട്ട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ കാണാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം കൂടി മറക്കാതെ കമന്റ് ചെയ്യുക. സോ ചോദ്യം ഇങ്ങനെയാണ്: യൂസിംഗ് ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻ ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ഓർ നോട്ട്. അതായത് താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കണം. സോ നമ്മൾ ഡയമെൻഷനാലിറ്റി ചെക്ക് ചെയ്യാം. ഡയമെൻഷനലി കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷന്റെ ഓരോ പാർട്ടും ഇൻഡിവിജ്വലി അതിന്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടേം എസ് എന്ന് പറഞ്ഞ എന്തോ എസ് ഈസ് റെപ്രസെന്റിങ് ഡിസ്പ്ലേസ്മെന്റ്. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി. എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ. ടി എന്ന് പറയുന്നത് ടൈം. അങ്ങനെ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ എസ്. എസ് എന്ന് പറയുന്നത് എന്തുവാണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ, ഡിസ്പ്ലേസ്മെന്റ് എന്താ? നത്തിങ് ബട്ട് ലെന്ത് ആണ്. സോ നമുക്ക് ലെന്തിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ലെന്തിനെ എൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. കറക്റ്റ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് യു ടി, അതായത് വെലോസിറ്റി ഇൻറ്റു ടൈം. യു എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം. സോ ബേസിക്കലി നമ്മൾ ഡയമെൻഷൻസ് എഴുതുമ്പോൾ ഡയമെൻഷൻസിനെ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ വേണം എഴുതാനായിട്ട്. അത് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ മാസിനെ എം കൊണ്ടും ലെന്തിനെ എൽ കൊണ്ടും ടൈമിനെ ടി കൊണ്ടും റെപ്രസെന്റ് ചെയ്യണം. സോ നമ്മൾ വെലോസിറ്റി നമുക്ക് എന്തെന്ന് എഴുതാം? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻറ്റു ടൈം എന്ന് എഴുതാനായിട്ട് പറ്റും. സോ എന്ത് സംഭവിക്കും? ടൈമും വെട്ടിപ്പോയി ബാക്കി ഡിസ്പ്ലേസ്മെന്റേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലെന്ത് തന്നെയാണ്. സോ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ ആയിട്ട് നമുക്ക് എൽ തന്നെ എഴുതാനായിട്ട് പറ്റും. അടുത്തതെന്ന് പറയുന്നത് ഹാഫ് എ ടി സ്ക്വയർ. ബേസിക്കലി നോക്കുമ്പോൾ ഹാഫ് എന്ന് പറയുന്ന ഒരു നമ്പറാണ്. നമ്പറിനെ സംബന്ധിച്ച് നമ്പർ ഡയമെൻഷൻ ഇല്ല. സോ ബാക്കി എന്താ ഉള്ളത്? നമുക്കുള്ളത് ആക്സിലറേഷൻ ഇൻറ്റു ടൈം സ്ക്വയർ, അതായത് ടൈമിന്റെ സ്ക്വയർ. കറക്റ്റാ? ആക്സിലറേഷൻ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ നമുക്ക് ആക്സിലറേഷനെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാം ഇൻറ്റു ടൈം സ്ക്വയർ. കറക്റ്റാ? അപ്പൊ ഒരു ടൈമും വെട്ടിക്കളയാം. ബാക്കി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ ഓൾറെഡി ഇൻറ്റു ടൈം ഉണ്ട്. സോ ടൈമും വെട്ടിപ്പോയി ബാക്കി ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ആണ്. സോ നമ്മളിവിടെ നോക്കിക്കേ, നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും എസിന്റെ ഡയമെൻഷനായിട്ട് നമ്മൾ എൽ കിട്ടി, യു ടിയുടെ ഡയമെൻഷനായിട്ട് നമുക്ക് എൽ കിട്ടി, എ ടി സ്ക്വയറിന്റെ ഡയമെൻഷനായിട്ട് നമുക്ക് എൽ കിട്ടി. സോ ഇത് രണ്ടുകൂടെ കൂട്ടിയാൽ നമുക്ക് ഡയമെൻഷൻ എന്ത് കിട്ടും? എൽ കിട്ടും. കറക്റ്റാ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷനും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷനും സെയിം ആണ്. അതുകൊണ്ട് ഇക്വേഷൻ എന്താണ്? ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. നമുക്ക് ഇതേ രീതിയിൽ വരുന്ന മറ്റൊരു ഇക്വേഷൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി ആണ്. സോ നമുക്കറിയാം എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എൽ വരും. യു ടി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡയമെൻഷൻ എൽ ആണെന്ന്. സോ യു ടി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ആണ്. പിന്നെ കിടക്കുന്ന എന്താണ്? എ ടി ആണുള്ളത്. എ ടി എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ഇൻറ്റു ടൈം. അതായത് ആക്സിലറേഷനെ നമുക്ക് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇൻറ്റു ടൈം എന്ന് എഴുതാനായിട്ട് പറ്റും. വെലോസിറ്റി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല. സോ അതിനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ഈ ടൈമും വെട്ടിപ്പോയി. സോ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് എത്ര ദൂരം സഞ്ചരിച്ചു? ലെന്ത് ആണ്. സോ അതിന്റെ ഡയമെൻഷൻ എൽ എന്ന് വരും. ടൈമിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടി വരും. സോ ഇത് നമുക്ക് എന്ത് വരും? ടി മുകളിലേക്ക് വന്നാൽ എൽ ടി റേസ് ടു -1 എന്ന് വരും. സോ എസിന്റെ ഡയമെൻഷൻ എൽ കിട്ടി, യു ടിയുടെ ഡയമെൻഷൻ എൽ കിട്ടി, ഹാഫ് എ ടിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ആണ് വന്നത്. സോ നമ്മൾ നോക്കിക്കേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ ഓഫ് ദി എസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ദ യു ടി, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഹാഫ് എ ടി. അപ്പൊ എന്താണ്? ഇത് ഡയമെൻഷനലി കറക്റ്റ് അല്ല. സോ നമുക്ക് ഇറ്റ് ഈസ് നോട്ട് ഡയമെൻഷനലി കറക്റ്റ്. ഇത് ഡയമെൻഷനലി കറക്റ്റ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും.
ഇതേ രീതിയിലുള്ള ഒരു ഇക്വേഷൻ കൂടി നോക്കാം, നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയാണ്. ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച്. എന്താണ് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത്? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്. എം ജി എച്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ്. ഓരോ ടേം എന്താണെന്ന് നോക്കാം. എം എന്ന് പറയുന്നത് മാസ് ആണ്, വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, ഇവിടെ എം മാസ് തന്നെ, എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ്, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റി മൂലമുള്ള ആക്സിലറേഷൻ. സോ നമുക്ക് നോക്കാം ഓരോ സൈഡ്. നമുക്ക് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. 2 എന്ന് പറയുന്ന നമ്പർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡയമെൻഷൻ ഇല്ല. സോ നമുക്ക് എം വി സ്ക്വയർ ഡയമെൻഷൻ നോക്കാം. അതായത് മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ, സോ നമുക്ക് അതിനകത്ത് വെലോസിറ്റിയെ മാറ്റി എഴുതണം. എന്തെന്ന്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. സോ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെങ്കിൽ എന്ത് വരും? വെലോസിറ്റി സ്ക്വയർ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം സ്ക്വയർ എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടൈം സ്ക്വയർ എന്ന് കിട്ടും. കറക്റ്റാ? മാസ് എന്ന് പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാം? ക്യാപിറ്റൽ ലെറ്റർ എം കൊണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, സോ എൽ വരും, സോ എൽ സ്ക്വയർ വരും, ഡിവൈഡഡ് ബൈ ടൈമിനെ നമുക്ക് ടി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, ടി സ്ക്വയർ. ഇറ്റ് വിൽ ബിക്കം എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. സോ ഇതായിരിക്കും എന്ത്? ഹാഫ് എം വി സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതേ രീതിയിൽ നമുക്ക് എം ജി എച്ചിനെ കണ്ടുപിടിക്കാം. സോ എം ജി എച്ച്, അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ്. കറക്റ്റാ? സോ നമ്മളിവിടെ നോക്കിക്കേ, മാസ്, ആക്സിലറേഷൻ, ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ലെന്ത് ആണ്. സോ മാസ്, അപ്പൊ ഇത് രണ്ടും മാസ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്, ഹൈറ്റും ഒരു ലെന്ത് അല്ലെ ഡിസ്റ്റൻസ് ആണ്. സോ അതും ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. എന്തിനെ മാറ്റിയാൽ മതി? ആക്സിലറേഷനെ മാറ്റിയാൽ മതി. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? മാസ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ആക്സിലറേഷനെ നമുക്ക് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാം. അതുപോലെ മാറ്റി എഴുതുവാണെങ്കിൽ മാസ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു വെലോസിറ്റിയെ നമുക്ക് എങ്ങനെ മാറ്റണം? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാം. ഓൾറെഡി നമുക്ക് അവിടെ എന്തുണ്ട്? ഒരു ടൈം കിടപ്പുണ്ട്. കറക്റ്റാ? ഇനി ഓരോ നോക്കാം. മാസ് എന്ത് ഡയമെൻഷൻ, എന്ത് ലെറ്റർ ഉപയോഗിക്കും? എം ഉപയോഗിക്കും. ഹൈറ്റ് ഒരു ഡിസ്റ്റൻസ് ആണ്, ലെറ്റർ എന്ത് ഉപയോഗിക്കും? എൽ ഉപയോഗിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് അല്ല, എന്താണ്? എൽ ഉപയോഗിക്കും. ദെൻ ഡിവൈഡഡ് ബൈ ടൈം ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ ടൈം സ്ക്വയർ. സോ നമുക്ക് എൽ ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ, എം എൽ സ്ക്വയർ ഡിവൈഡ് ബൈ ടി സ്ക്വയർ എന്ന് കിട്ടും. ടി സ്ക്വയറിനെ മണ്ടയിലോട്ട് കൊണ്ടുപോയാൽ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. നോക്കിയേ, എം ജി എച്ചിന്റെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 കിട്ടി. ഇവിടെ ഹാഫ് എം വി സ്ക്വയർ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 കിട്ടി. അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷന്റെ ഡയമെൻഷനും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷന്റെ ഡയമെൻഷനും സെയിം ആണ്. സോ ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.